അടൂർ നഗരസഭാ ചെയർപേഴ്സണെതിരെ ഗുരുതര ആരോപണവുമായി CPIM കൗൺസിലർ. ലഹരി വിൽപ്പനയ്ക്ക് ചെയർപേഴ്സണ് സഹായം നൽകുന്നുവെന്നാണ് ആരോപണം. CPIM അംഗമായ റോണി പാണംതുണ്ടിലാണ് പാർട്ടിയുടെ തന്നെ ചെയർപേഴ്സണെതിരെ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. CPIM കൗൺസിലർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ കളിക്കുന്ന ഇപ്പോഴത്തെ കളി നിങ്ങൾക്ക് നല്ലതിനായിരിക്കത്തില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് നഷ്ടപ്പെടാൻ ഒരു കുന്തവുമില്ല. മുകളിൽ ആകാശം താഴെ ഭൂമിയാണ്. എനിക്ക് വലിയ രാഷ്ട്രീയ ഭാവിയൊന്നുമില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ നിങ്ങൾക്കൊന്നും അങ്ങനല്ല. ഞാൻ പല കാര്യങ്ങൾക്കും ഇടപെടും. നിങ്ങൾ എൻ്റെ വാർഡ് കേന്ദ്രീകരിച്ച് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും എനിക്കറിയാം. നിങ്ങൾക്ക് ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയയായിട്ടൊരു ബന്ധമുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേന്ദ്രീകരിച്ച് വിൽക്കുന്ന ഒരു ടൗണിൽ ചെറുപ്പക്കാർക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിന് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത് ചെയർപേഴ്സൻ്റെ ശിങ്കടിമാരുമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു മാനേജ്മെൻറ്റിനെതിരെ, ഒരു അമ്പലത്തിനെതിരെ, ഒരു നാട്ടിലെ ജനങ്ങൾക്കെതിരെ ചെയർപേഴ്സൺ തീരുമാനമെടുക്കാൻ മടിച്ചിരിക്കുന്നു? എന്നാൽ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ് ആരോപണം തള്ളിയിരിക്കുകയാണ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ്, അത്യന്തം ഗുരുതരമായ ആരോപണമാണിപ്പോൾ കൗൺസിലർ ഉയർത്തിയിരിക്കുന്നത് ചെയർപേഴ്സണെതിരെ. അത് മയക്കുമരുന്ന് മാഫിയയ്ക്ക്, മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം CPIM അംഗമായ റോണി പാണംതൊട്ടിൽ ഉയർത്തിയിരിക്കുന്നത്? ലക്ഷ്മി, നമ്മൾ റോണിയെ രാവിലെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ റോണി പറയുന്നത് അടൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നമുണ്ട്. അത് വഴിവിളക്കുൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. വിവിധ ഭാഗങ്ങളിൽ രാത്രിയായാൽ വഴിവിളക്കുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇത് ലഹരി മാഫിയയ്ക്ക് സഹായകമാകുന്നു എന്നാണ് താൻ ഉദ്ദേശിച്ചത്. എന്നാൽ ചിലർ തന്റെ ഓഡിയോ ക്ലിപ്പുകൾ ദുരുദ്ദേശത്തോടുകൂടി ചില ഓഡിയോ ക്ലിപ്പുകൾ മാത്രം പുറത്തുവിടുകയായിരുന്നു എന്നാണ് റോണി പാണംതുണ്ടിൽ വിശദീകരിക്കുന്നത്. എന്തായാലും നിലവിൽ ആ ഓഡിയോ ക്ലിപ്പുകളിൽ പറയുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദും അനുയായികളും ഈ ലഹരി മാഫിയയെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ അടൂരിലെ ഒരു പ്രധാനപ്പെട്ട കട, അവിടെ ലഹരി വിൽപ്പന തകൃതിയായി നടക്കുന്നു. എന്നാൽ ഈ കടയ്ക്കെതിരെ ഒരു നടപടിയും നഗരസഭ സ്വീകരിക്കുന്നില്ല എന്നാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി, കൗൺസിലർ, പറയുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ദിവ്യ റജി മുഹമ്മദ് അപ്പാടെ തള്ളുകയാണ്. ഈ കട ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ കടയ്ക്കെതിരെ കൃത്യമായ നടപടി എടുക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റുള്ള ആരോപണങ്ങളെല്ലാം തന്നെ കളവാണ്, അല്ലെങ്കിൽ അത് ഉള്ള വസ്തുതയല്ല എന്നാണ് ഈ നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത്. CPIMന്റെ തന്നെ കൗൺസിലർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പലവട്ടം ഈ നഗരസഭയോട് നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി എടുക്കുന്നില്ല. പത്തനംതിട്ട ജില്ലയിലെ വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ CPIMന്റെ തന്നെ വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ സമാനമായ ആവശ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു. വഴിവിളക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വഴിവിളക്കില്ലാത്തത് ലഹരി മാഫിയയ്ക്ക്, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരി മാഫിയയ്ക്ക് വളരെ വലിയ രീതിയിൽ സഹായകമാകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. എന്നാൽ അതൊന്നും നഗരസഭയോ ഭരണാധികാരികളോ കൃത്യമായ ഇടപെടുന്നില്ല. ആവശ്യങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് താൻ അത്തരത്തിലൊരു വോയിസ് അയച്ചതെന്നാണ് ഈ ആരോപണം ഉന്നയിച്ച റോണി പാണംതുണ്ടിൽ നിലവിൽ പറയുന്നത്. എന്തായാലും റോണിയുടെ ആരോപണങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ആരോപണത്തിൽ പറയുന്ന ആ കട ഉള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെതിരെ നടപടിയെടുക്കുമെന്നും ചെയർപേഴ്സൺ പറയുന്നു. ലക്ഷ്മി, അടൂർ നഗരസഭാ ചെയർപേഴ്സണെതിരെയാണ് ഇപ്പോൾ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങൾ CPIM കൗൺസിലർ ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം അതിനെ ഒന്ന് ലൈറ്റാക്കിയിട്ടുണ്ട്. അതിന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു.